ഷാഡോ ബ്രോഡ്കാസ്റ്റിംഗ് ഫ്രീ എഡ്യൂക്കേഷനിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അമ്മു. ഞാനിന്ന് പഠിപ്പിക്കുന്നത് 3ാം ക്ലാസ്സിലെ മലയാളമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, മലയാളത്തിൻ്റെ ആദ്യത്തെ യൂണിറ്റ് കനകച്ചിലങ്കയാണ്. ഇത് കണ്ടോ, ഒരു ഉത്സവത്തിൻ്റെ പ്രതീതിയുള്ള ഒരു പടമൊക്കെ ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട്. കുറേ കുട്ടികളും തോരണങ്ങളും മുത്തുക്കുടകളും ചെണ്ടമേളവും. എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? ഒന്ന് വായിക്കാൻ നോക്കാം നമുക്ക്. അമ്മ ചൊല്ലിത്തന്ന ഭാഷ ഞങ്ങൾ കമ്മയെ പോലെ ഈ ഭാഷ. PT അയ്യപ്പ പണിക്കരുടെ കവിതയിലെ 2 വരികളാണത്. എന്താണ് ഉദ്ദേശിക്കുന്നത്? അമ്മ ചൊല്ലിത്തന്ന ഭാഷ. അമ്മ നമുക്ക് ഏത് ഭാഷയാണ് ചൊല്ലിത്തരുന്നത്? മലയാളം അല്ലേ? അതെ. അപ്പോൾ അമ്മ ചൊല്ലിത്തന്ന ഭാഷ ഞങ്ങൾ കമ്മയെ പോലെ ഈ ഭാഷ. അപ്പം അമ്മ ചൊല്ലിത്തന്ന ഈ മലയാള ഭാഷ നമുക്ക് നമ്മുടെ അമ്മയെ പോലെയാണ് അല്ലേ? നമ്മുടെ മാതൃഭാഷയാണ് മലയാളം. നമുക്ക് നമ്മുടെ ഒരു പെറ്റമ്മയെ പോലെ തന്നെയാണ് നമ്മുടെ മലയാളം നമുക്ക് അല്ലേ? അപ്പോൾ നിങ്ങളെല്ലാവരും മലയാളം ക്ലാസ് കേൾക്കാനും പഠിക്കാനും തയ്യാറായിട്ടാണല്ലോ ഇരിക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് കടക്കാം. വാതിൽ. എന്താ എഴുതിയിരിക്കുന്നത്? കാക്കിരി പൂക്കിരി. എന്താ ഈ കാക്കിരി പൂക്കിരി? അറിയില്ലല്ലേ? നമുക്ക് നോക്കാം എന്താ ഈ കാക്കിരി പൂക്കിരി എന്ന്. കാക്കിരി പൂക്കിരി തേന്മാവിൻ്റെ എത്താക്കൊമ്പത്ത്, കാക്കിരി പൂക്കിരി മാങ്ങകൾ അങ്ങനെ പഴുത്തു തൂങ്ങുന്നു, കാക്കിരി പൂക്കിരി പിള്ളേരങ്ങനെ ആർത്തു വിളിക്കുന്നു, കാക്കിരി പൂക്കിരി കാറ്റിൻ കയ്യുകൾ കൊമ്പു കുലുക്കുന്നു, കാക്കിരി പൂക്കിരി 4-5 നിലത്തു വീഴുന്നു, കാക്കിരി പൂക്കിരി തേൻതുള്ളികളി നാവിന് സമ്മാനം. നമുക്കൊരു മാങ്ങാക്കാലമൊക്കെ ഇപ്പം കഴിഞ്ഞു അല്ലേ? എല്ലാവർക്കും മാങ്ങ ഇഷ്ടമല്ലേ? പച്ച മാങ്ങ മുതൽ പഴുത്ത മാങ്ങ വരെ നമ്മൾ കണ്ടു മറന്നു. പച്ചമാങ്ങയ്ക്ക് നല്ല പുളിയായിരിക്കും അല്ലേ? പഴുത്തതിനോ നല്ല മധുരവും. അപ്പോൾ ഇവിടെ നിങ്ങളെപ്പോലെയുള്ള കുറേ കുട്ടികൾ മാങ്ങ പറിക്കാനായിട്ട് ഒരു മാവിൻ്റെ ചോട്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ്. എന്ത് മാങ്ങയാണത്? തേന്മാവിൻ്റെ മാങ്ങ. തേന്മാവിലുണ്ടാകുന്ന മാങ്ങ. അത് പറിക്കാനായി കുറേ കുട്ടികൾ നോക്കുകയാണ്. പക്ഷേ പറിക്കാൻ പറ്റുന്നുണ്ടോ അവർക്ക്? ഇല്ല. എന്താ കാര്യം? എത്താ കൊമ്പത്തിരിക്കുകയാണ് മാങ്ങ. കുട്ടികളെല്ലാവരും എന്താണ് അത് കണ്ടിങ്ങനെ വെള്ളം ഇറക്കിക്കൊണ്ട് നിൽക്കാന്ന് അത് കിട്ടാതെ. കുട്ടികളെല്ലാവരും അത് എത്തിപ്പിടിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് കഴിയുന്നുണ്ടോ? ഇല്ല. എന്താ കാരണം? അതങ്ങ് എത്താ കൊമ്പത്ത് നിൽക്കുകയാണ്. പെട്ടെന്ന് എന്ത് സംഭവിച്ചു? ഒരു കാറ്റ് വീശി. കാറ്റ് വീശിയപ്പോഴത്തേക്കും എന്താ കുട്ടികൾക്ക് സന്തോഷമുള്ളൊരു കാര്യം ഉണ്ടായി. എന്താ? മാങ്ങകളെല്ലാം നിലത്ത് വീണു. എത്ര മാങ്ങയാണ് വീണത്? നമ്മുടെ പാട്ടിൽ പറയുന്നുണ്ട്. എത്ര മാങ്ങയാണ് വീണേ? 4-5 മാങ്ങ. അവർക്ക് അത് മതിയായിരുന്നു. 4-5 നിലത്ത് വീണു. കുട്ടികളെല്ലാവരും കൂടെ ഓടിക്കൂടി മാങ്ങ എടുത്ത് പങ്കിട്ട് കഴിച്ചു. അപ്പം നല്ല മധുരമുള്ള മാങ്ങയാന്ന്. അതാ അവസാനം എഴുതിയിരിക്കുന്നത്. കാക്കിരി പൂക്കിരി തേൻതുള്ളികളി നാവിന് സമ്മാനം. നല്ല പഴുത്ത മാങ്ങയെല്ലാം കഴിച്ച് നല്ല സന്തോഷമായിട്ട് കുട്ടികൾ മടങ്ങി. അപ്പം നിങ്ങൾ നോക്കിയേ, ആ കവിത ആരാ എഴുതിയിരിക്കുന്നത്? രാമകൃഷ്ണൻ കുമരനെല്ലൂർ. അദ്ദേഹത്തിൻ്റെ തൂവൽ എന്ന് പറഞ്ഞ ഒരു കവിതയിൽ നിന്ന് എടുത്തിട്ടുള്ള ഏതാനും വരികളാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. അതിൻ്റെ തൊട്ട് താഴെ കുറച്ച് ചോദ്യങ്ങളുണ്ട്. നമുക്ക് അതും കൂടെ ഒന്ന് പരിശോധിക്കാം. താളം പിടിച്ച് ഈണത്തിൽ കവിത ചൊല്ലി നോക്കൂ. അത് നമ്മളിപ്പം ചെയ്തു കഴിഞ്ഞു. എങ്കിലും നമുക്ക് ഒന്നും കൂടി ഒന്ന് ചൊല്ലാം. നിങ്ങളും എൻ്റെ കൂടെ ഏറ്റു ചൊല്ലണേ. ഒന്നും കൂടി ചൊല്ലി നോക്കാം. ഓക്കെ. കാക്കിരി പൂക്കിരി തേന്മാവിൻ്റെ എത്താക്കൊമ്പത്ത്, കാക്കിരി പൂക്കിരി മാങ്ങകൾ അങ്ങനെ പഴുത്തു തൂങ്ങുന്നു, കാക്കിരി പൂക്കിരി പിള്ളേരങ്ങനെ ആർത്തു വിളിക്കുന്നു, കാക്കിരി പൂക്കിരി കാറ്റിൻ കയ്യുകൾ കൊമ്പു കുലുക്കുന്നു, കാക്കിരി പൂക്കിരി 4-5 നിലത്തു വീഴുന്നു, കാക്കിരി പൂക്കിരി തേൻതുള്ളികളി നാവിന് സമ്മാനം. ഇനി നിങ്ങളും വീട്ടിലിരുന്ന് നല്ല ഈണത്തിലും താളത്തിലും ഒക്കെ ഈ കവിതയൊന്ന് പാടി രസിക്കുക കേട്ടോ. അടുത്തത് നോക്കേ. ഈ കവിതയിൽ ആവർത്തിച്ചു വരുന്ന 2 വാക്കുകൾ ഏതെല്ലാം? ആ വാക്കുകൾ കൊണ്ട് എന്തൊക്കെയാവാം ഉദ്ദേശിക്കുന്നത്? കൂട്ടുകാരുമായി പങ്കുവെക്കും. ഈ കവിതയിൽ എല്ലാ വരികളിലും ആവർത്തിച്ചു വരുന്ന 2 വാക്ക് ഏതൊക്കെയാണ്? കാക്കിരി പൂക്കിരി അല്ലേ? ആണോ? അതെ, കാക്കിരി പൂക്കിരി. എന്താണ് ഇതിൻ്റെ അർത്ഥം അറിയോ?
നമ്മൾ ആരെങ്കിലും ഇങ്ങനൊരു വാക്ക് കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലേ. നമുക്കൊരു പുതിയ വാക്കാണിത്, കാക്കിരി പൂക്കിരി. അതിനങ്ങനെ പ്രത്യേകിച്ച് അർത്ഥങ്ങളൊന്നുമില്ല. ടീച്ചർ ഒരു ഉദാഹരണം പറഞ്ഞു തരട്ടെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട്. നമ്മുടെ അമ്മയും അച്ഛനും പുറത്ത് കടയിലേക്ക് പോയി നമുക്ക് വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. അവർ സാധനങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവന്നു, എല്ലാം നിരത്തി ഇങ്ങനെ വെച്ചപ്പോൾ അതൊന്നും നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. നമുക്ക് ഇഷ്ടമുള്ള ഒന്നും, ഒരു ചോക്ലേറ്റ്സും അതിലില്ല. അവരുടെ ഇഷ്ടത്തിനാണ് ചോക്ലേറ്റ്സും എല്ലാം മേടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയാം, നമുക്ക് വേണമെങ്കിൽ പറയാം, എന്ത്, ഓ ഈ കാക്കിരി പൂക്കിരി സാധനങ്ങളൊന്നും എനിക്ക് വേണ്ട. അപ്പോൾ അവിടെ നമുക്ക് എന്തുപയോഗിക്കാം? കാക്കിരി പൂക്കിരി ഉപയോഗിക്കാം അല്ലേ? അപ്പോൾ അമ്മയും അച്ഛനും ഇങ്ങനെ അന്താളിച്ച് നിൽക്കും, ഇതേതാ പുതിയൊരു വാക്ക് എന്നുള്ള ചിന്തയിൽ. അതുപോലെ തന്നെ നമുക്ക് ഈ മൈതാനങ്ങളിലൊക്കെ അവധി ദിവസങ്ങളിൽ കുട്ടികൾ പന്ത് കളിക്കാനും ക്രിക്കറ്റ് കളിക്കാനും ഒക്കെ വരാറുണ്ട് ഇല്ലേ? അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഒക്കെ അതുവഴിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഈ പിള്ളേരിങ്ങനെ പന്ത് കളിക്കുമ്പോൾ നമുക്ക് പേടിയാവും. എന്താ കാര്യം? ഈ പന്തം കാണാൻ വന്ന് മേത്ത് തട്ടിയാലോ? നമുക്ക് വേദനിക്കില്ലേ? അപ്പോൾ നമുക്ക് അതുവഴി പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് അവരെ പറയാം, ഈ കാക്കിരി പൂക്കിരി പിള്ളേരുടെ കളി കാരണം ഞങ്ങൾക്ക് ഇതുവഴിയൊന്നും നടന്നു പോകാനേ പറ്റുന്നില്ല. അപ്പോൾ അവിടെ നമുക്ക് പ്രയോഗിക്കാം ഈ കാക്കിരി പൂക്കിരി എന്നുള്ള വാക്ക്. ഇതിലങ്ങനെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല, എങ്കിലും വളരെ രസകരമായി നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു വാക്കാണിത് അല്ലേ? അതെ, ഇനി നിങ്ങൾ ശ്രമിച്ചു നോക്കൂ. അടുത്തത് എന്താണ്? കവിതയ്ക്ക് ചുറ്റുമായി യോജിച്ച ചിത്രം വരച്ച് നിറം നൽകി ഭംഗിയാക്കൂ. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ഈ കവിതയിൽ തന്നെ ഒരു ചിത്രം വരച്ചു ചേർത്തിട്ടുണ്ട്. നമുക്ക് ഓർക്കാവുന്നതേ ഉള്ളൂ. സാധാരണ നിങ്ങൾ അവധിക്കാലത്ത് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആവും ഈ കവിതയിലും പറഞ്ഞിട്ടുണ്ടാവുക അല്ലേ? ഒരു തേന്മാവ്, നല്ല പഴുത്ത മാങ്ങകൾ ഇങ്ങനെ തൂങ്ങി ആടാണ് ആ തേന്മാവിൽ. അതിന് ചുറ്റും കുറച്ച് പിള്ളേർ എന്താ ചെയ്യുന്നേ? ആ മാങ്ങകൾ പറിക്കാനായിട്ട് ചാടുന്നുണ്ട്, എത്തി നോക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് കഴിയുന്നുണ്ടോ? ഇല്ല. കുറച്ച് പേര് അവിടെ വിശ്രമിക്കുന്നുണ്ടാവും അല്ലേ? അത് എല്ലാ കൂട്ടത്തിലും ഉണ്ടാവും. കുറച്ച് പേര് ഇങ്ങനെ വിശ്രമിക്കാനും കുറച്ച് പേര് പണിയെടുക്കാനും അല്ലേ? അതുപോലെ എന്താ, കുറച്ച് കുട്ടികൾ വന്ന് ഇത് പറിക്കാനായിട്ടും കുറച്ച് പേര് അത് നോക്കിക്കൊണ്ട് കാഴ്ചക്കാരുമായിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പോഴതാ ഒരു കാറ്റ് നമുക്ക് ചിലപ്പോൾ മടിക്കാനൊന്നും പറ്റിയെന്ന് വരത്തില്ല. എങ്കിലും കുറച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? കുറച്ച് മാങ്ങ മരത്തിൽ നിന്നും ഒരു 4-5 മാങ്ങ ഇങ്ങനെ വീഴുന്നതായിട്ട് നമുക്കൊന്ന് സങ്കല്പിക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അതൊന്ന് വരയ്ക്കാം. നിങ്ങളുടെ നോട്ട്ബുക്കിൽ നിങ്ങളൊന്ന് വരച്ചു നോക്കൂ. വേണമെങ്കിൽ നിറം നൽകി അത് ഭംഗിയാക്കി കൂട്ടുകാരുമായിട്ട് പങ്കുവയ്ക്കാം. അടുത്ത നോക്കൂ, എന്താ ഇത്? ഒരു പിടിയും കിട്ടുന്നില്ല അല്ലേ? നമുക്കൊന്ന് വായിക്കാം, വല്ലത് മനസ്സിലാവുമെന്ന് നോക്കാം വായിക്കുമ്പോൾ. തെയ്യാദീനന്ദാദീനന്ദീനം താരോ താരാദീനന്ദാദീനന്ദീനം താരോ തെയ്യാദീനന്ദാദീനന്ദീനം താരോ താരാദീനന്ദാദീനന്ദീനം താരോ തെയ്താര തെയ്താര തക തെയ്താര 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 തക തെയ്താര തെയ്താര. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഇങ്ങനെ? നിങ്ങൾ കേട്ട് കാണും. സിനിമാ പാട്ടുകളെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇവയെ നമുക്കൊരു പേര് വിളിക്കാം. ആദ്യം ഇത് എന്താണെന്ന് ടീച്ചർ പറയാം. നമ്മൾ ഈ പണ്ട് കാലത്ത് പാടങ്ങളിലും വരമ്പത്തും ഒക്കെ പണിയെടുത്തിരുന്ന ആളുകൾ നല്ല അധ്വാനമുള്ള പണികളായിരുന്നു എടുത്തിരുന്നത്. അപ്പോൾ അവരുടെ അധ്വാനം ഒന്ന് ലളിതമാക്കാൻ, ലഘൂകരിക്കാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിച്ചിരുന്ന പാട്ടുകളിൽ ഉൾപ്പെടുത്തിയിരുന്ന ഈരടികളാണിവ. ഈരടികൾ എന്ന് പറഞ്ഞാൽ എന്താ? 2 വരികൾ. അപ്പോൾ വളരെ ആനന്ദത്തിനും അവരുടെ അധ്വാനം ലഘൂകരിക്കുന്നതിനും വേണ്ടിയിട്ട് അവർ പാടിയിരുന്ന പാട്ടുകളാണിവ. ഇവയെ നമുക്ക് വായ്ത്താരികൾ എന്ന ഓമന പേരിട്ട് വിളിക്കാം. എന്താ? വായ്ത്താരികൾ. ഇതാദ്യം വായ്ത്താരികളായിട്ട് മാത്രമായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നതെങ്കിൽ പിന്നീട് എന്തായി? നാടൻ പാട്ടുകളുടെ ഇടയിൽ ഇവയെ എന്ത് ചെയ്തു? കുത്തി തിരുകി. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് പല നാടൻ പാട്ടുകളും അല്ലേ? സിനിമാ നടന്മാരുടെ നാടൻ പാട്ടുകളും അല്ലാതെയും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അവയിലൊക്കെ നിങ്ങൾ ഇത് കണ്ടിട്ടും ഉണ്ടാകും. എന്നാലും നമുക്ക് ഒന്നും കൂടി അവയെ എന്ത് ചെയ്യാം? ഒന്ന് തേച്ച് മിനുക്കി എടുക്കാം. ഒന്നും കൂടെ പാടി നോക്കിയാലോ? നിങ്ങൾ എൻ്റെ ഒപ്പം പാടുവോ? ഓക്കെ. തെയ്യാദീനന്ദാദീനന്ദീനന്താരോ താരാദീനന്ദാദീനന്ദീനന്താരോ തെയ്യാദീനന്ദാദീനന്ദീനന്താരോ താരാദീനന്ദാദീനന്ദീനന്താരോ തെയ്താര തെയ്താര തക തെയ്താര
തെയ്താര. അടുത്തത് എന്താ? താരിക്കം താരാരോ തക താരിക്കം താരാരോ, താരിക്കം താരാരോ തക താരിക്കം താരാരോ, താരിക്കം താരാരോ തക താരിക്കം താരാരോ, താരിക്കം താരാരോ തക താരിക്കം താരാരോ. അടുത്തത് നോക്കാം. താന തന തന താന തന തന താന തന തന തന്തിനനോ, താന തന തന താന തന തന താന തന തന തന്തിനനോ. ഇത് പല തരത്തിലുള്ള ഇരടികളാണ്, ഒരൊറ്റ പാട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതല്ല, പല തരത്തിലുള്ള ഇരടികളാണ് ഇത്. ബാക്കിയുള്ളത് നിങ്ങളൊന്ന് ഈണമിട്ട് ചൊല്ലി നോക്കൂ. ചൊല്ലി വീട്ടുകാരെയും കൂടെ കേൾപ്പിക്കണം. അച്ഛനെയും അമ്മയെയും ചേച്ചിമാരുണ്ടെങ്കിൽ അവരെയും ഒക്കെ കേൾപ്പിക്കണം. അവരാരും ഇതൊന്നും ഇപ്പോൾ കേട്ടിരിക്കാനുള്ള സാധ്യത കുറവാണ്. ഇതൊക്കെ പണ്ടുകാലത്ത് ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ നമുക്ക് യൂട്യൂബിലും സിനിമകളിലും മാത്രമായിട്ട് ഒതുങ്ങിയിരിക്കുന്ന കാര്യങ്ങളാണ് ഇവയെല്ലാം. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം പാടി വീട്ടുകാരുമായിട്ട് പങ്കുവയ്ക്കണം. ഇത് നോക്കൂ, വാമൊഴിച്ചന്തം. എന്താ വാമൊഴി? വായ എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ മുഖത്തുള്ള ഒരു ഭാഗമാണില്ലേ നമ്മുടെ വായ, അല്ലേ? ഇതുപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സംസാരിക്കുന്നത്. അപ്പോൾ വാമൊഴിച്ചന്തം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ സംസാരിക്കുന്ന മൊഴി, നമ്മൾ സംസാരിക്കുന്ന വാക്കുകൾ, അതിൻ്റെ ചന്തം. നമ്മൾ സംസാരിക്കുന്നത് ഏത് ഭാഷയാണ്? നമ്മൾ ഈ പാഠം തുടങ്ങിയപ്പോൾ ആദ്യം നമ്മൾ സൂചിപ്പിച്ചു, നമ്മുടെ മാതൃഭാഷ, അമ്മ ചൊല്ലിത്തന്ന ഭാഷ, അല്ലേ? അമ്മയെ പോലെ നമ്മൾക്ക് ഇഷ്ടമുള്ള ഭാഷ ഏതാണത്? മലയാളം. അപ്പോൾ നമ്മുടെ വാമൊഴിച്ചന്തം ആർക്ക് മാത്രം അവകാശപ്പെട്ടതാണ്? മലയാളത്തിന് മാത്രം അവകാശപ്പെട്ടതാണ്. അപ്പോൾ നമുക്ക് നോക്കാം, എന്തൊരു കിലുകിലുക്കുള്ള ഭാഷയാണ് നമ്മുടെ മലയാളം, അല്ലേ? നമ്മുടെ മലയാളം മറ്റുള്ളവർക്ക് പഠിച്ചെടുക്കാനൊക്കെ ഭയങ്കര പ്രയാസമാണ്. പക്ഷെ നമ്മൾ മലയാളികൾക്ക് ഏറ്റവും എളുപ്പത്തിൽ മറ്റു ഭാഷകൾ പഠിച്ചെടുക്കാൻ പറ്റുകയും ചെയ്യും. എന്താ കാരണം? നമ്മുടെ മലയാളമാണ് മറ്റു ഭാഷകളെ വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ട് പഠിക്കാനും. അതുകൊണ്ട് തന്നെ എന്താണ്, നമ്മുടെ ഭാഷയ്ക്ക് ഭയങ്കര കിലുകിലുക്കാണ്, അല്ലേ? നല്ല ചൊടിയും ചൂറും ചൊണയും ഒക്കെയുള്ളൊരു ഭാഷയാണ് നമ്മുടെ മലയാളം. കിലുക്കം നിറഞ്ഞ കവിഞ്ഞതാണ് നമ്മുടെ പാട്ടും പറച്ചിലും, അല്ലേ? നമ്മുടെ വായ്ത്താരികളെ നമ്മൾ മുൻപേ പരിചയപ്പെട്ടു. എന്ത് രസമായിട്ട് നമുക്ക് പാടാൻ സാധിക്കും, അല്ലേ? ഒന്നും വേണ്ട, പാട്ടിനെ കുറിച്ച് ഒന്നും അറിയണ്ട, എങ്കിൽ പോലും നമുക്ക് ആ വായ്ത്താരികൾ ഒരു തവണ എവിടെയെങ്കിലും കേട്ട് കഴിഞ്ഞാൽ നമുക്കത് ആവർത്തിച്ച് പാടാനും മനഃപ്പാഠമാക്കാനും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? പറ്റും, അല്ലേ? അപ്പോൾ അതുപോലെ ഒരു നാടോടി കവിതയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഒരു നാടൻ പാട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. തിന്താരോതക. നമ്മൾ നേരത്തെ കണ്ട വായ്ത്താരികളിൽ എന്ന പോലെ വേണ്ടേ ഇവിടെയും ഉണ്ട് വായ്ത്താരികൾ. തിന്താരോ തക തിന്താരോ തക തിന്താരോ തക തിന്താരോ, തിന്താരോ തക തിന്താരോ തക തിന്താരോ തക തിന്താരോ, തിന്താരോ തക തിന്താരോ തക തിന്താരോ തക തിന്താരോ, തിന്താരോ തക തിന്താരോ തക തിന്താരോ തക തിന്താരോ. ഈ 4 വരികളാണ്. ഇത് 2 വരി തന്നെ എന്ത് ചെയ്തിരിക്കുകയാണ്? ആവർത്തിച്ച് വന്നിരിക്കുകയാണ്, അല്ലേ? അപ്പോൾ ഈ വായ്ത്താരികൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നമ്മുടെ ഈ നാടൻ പാട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം, കേട്ടോ? അപ്പോൾ എല്ലാവരും മറക്കാതെ വായ്ത്താരികൾ കണ്ടെത്താനും നമ്മൾ ഇവിടെ കാണിച്ച വായ്ത്താരികൾ തന്നെ പഠിച്ച് പാടാനും പുതിയവ കണ്ടെത്തി ഈണത്തിൽ ചൊല്ലാനും ഒക്കെ ശ്രമിക്കണം, കേട്ടോ?